ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മളൊരു പേപ്പർ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. നമ്മൾ പേപ്പർ യൂസ് ചെയ്തിട്ടൊരു തവളേനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് പലർക്കും അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഒരു ക്രാഫ്റ്റ് ഐറ്റമായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്നത്. അന്ന് ഞാൻ പേപ്പർ ക്രാഫ്റ്റ് കോമ്പറ്റീഷനാണ് പങ്കെടുത്തത്. എനിക്ക് അന്ന് ആകെ 2 ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയുള്ളായിരുന്നു. ഈ ഒരു തവളയും പിന്നെ നമ്മൾ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ലോട്ടസ് ബഡ് ഉണ്ടാക്കാനായിട്ടും എനിക്കറിയായിരുന്നു. അങ്ങനെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് ഈ ഒരു തവളേനെ എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ തവളേനെയും അതുപോലെ തന്നെ ഈ താമരമുട്ടും എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് കാണിച്ചു കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ടീച്ചർ ഇത് എന്നോട് ചോദിച്ചത് വേറൊരു കുട്ടീനെ പഠിപ്പിച്ചിട്ട് ആ കുട്ടീനെ കോമ്പറ്റീഷന് കൊണ്ടുപോകാനായിട്ടായിരുന്നു എന്ന്. അത് സത്യത്തിൽ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ കളിയാക്കിയിട്ടാണ്. വളരെ ചെറിയ പ്രായത്തിൽ നടന്നൊരു സംഭവമാണ്. പക്ഷെ ഇന്നും എനിക്കത് ഓർമ്മയുണ്ട്. ചിലപ്പോൾ ആ ഒരു കുഞ്ഞു മനസ്സിൽ പതിഞ്ഞു പോയതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കുണ്ടോ അതുപോലത്തെ ഒരു അനുഭവങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബ്ലാക്ക് പേപ്പർ യൂസ് ചെയ്തിട്ടാണ്. വൈറ്റ് എനിക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വളരെ ഒരുപാട് കട്ടിയുള്ള പേപ്പർ എടുക്കരുത്. ഒരു നമ്മൾ A4 ഷീറ്റിൻ്റെ ഒക്കെ ഒരു കനമുള്ള പേപ്പർ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.